സോളമൻ രാജാവ് ഒരു പിഞ്ചുകുഞ്ഞിനെ രണ്ടായി വെട്ടിമുറിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ദാവീദിന് ശേഷം സോളമൻ ഇസ്രായേലിൽ രാജാവായി. ഒരിക്കൽ സ്വപ്നത്തിൽ സോളമന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, What do you want me to give you? ദൈവത്തോട് സോളമൻ സമ്പത്തോ ദീർഘായുസോ അല്ല, ജ്ഞാനം മാത്രമാണ് ചോദിച്ചത്. ഇസ്രായേലിനെ നയിക്കാനായി ദൈവത്തിന്റെ ജ്ഞാനം മാത്രം ചോദിച്ച സോളമനിൽ കർത്താവ് പ്രസാദിച്ചു. ഉടനെ തന്നെ സോളമന്റെ ജ്ഞാനം പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ സോളമൻ രാജാവിന്റെ മുമ്പിൽ ഒരു കുഞ്ഞുമായി രണ്ട് സ്ത്രീകൾ പരാതി പറയാൻ വന്നു. ഓരോരുത്തരും ഈ കുഞ്ഞ് തങ്ങളുടേതാണെന്ന് അവകാശം ഉന്നയിച്ചു. ഇതിൽ യഥാർത്ഥ അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കും? ദൈവത്തിന്റെ ജ്ഞാനത്താൽ പൂരിതനായ സോളമൻ രാജാവ് ഉടനെ തന്നെ പറഞ്ഞു, ഒരു വാൾ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ രണ്ടായി വെട്ടിമുറിച്ച് ഓരോരുത്തർക്കും ഓരോ പാതി നൽകുക. സോളമന്റെ ഈ നിർദ്ദേശത്തിന് ഒരു സ്ത്രീ സമ്മതം മൂളിയപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, ആ കുഞ്ഞിനെ മറ്റവൾക്ക് കൊടുത്തുകൊള്ളുക, ആ കുഞ്ഞിനെ കൊല്ലരുത്. ഉടനെ തന്നെ സോളമന് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് മനസ്സിലായി. കാരണം ഒരിക്കലും ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കില്ല. ആയതിനാൽ നാമും സോളമനെ പോലെ നമ്മുടെ തൊഴിൽ മേഖലകളിൽ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാനുള്ള ജ്ഞാനത്തിനായി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്.